നിങ്ങളൊരു എംപ്ലോയി ആണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം. ആസ് എ മാനേജ്മെന്റ് കൺസൾട്ടന്റ് കഴിഞ്ഞ 13 വർഷമായിട്ട് ഒരുപാട് ഓൺടർപ്രണേഴ്സിനും എംപ്ലോയേഴ്സിനും എനിക്ക് ട്രെയിൻ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു അനുഭവ സമയത്തിൽ ഞാൻ ഒരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്, പ്രത്യേകിച്ച് എംപ്ലോയീസിന് വേണ്ടിയുള്ള ഒരു സീരീസ്. കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് എന്നാണ് അതിന്റെ പേര്. ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമ്മുടെ കരിയർ ലാഡർ എങ്ങനെയാണ് ഉയർത്തേണ്ടത്, ഇത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോസ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് വീഡിയോ എന്ന നിലയിൽ ഞാൻ ആദ്യം നിങ്ങളിൽ എത്തിക്കുന്നത് ഒരു എംപ്ലോയി എന്ന നിലയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കമ്പനിയെ പറ്റിയിട്ടാണ്. പലരും പറയാറുണ്ട്, ശരിക്കും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലെ ആൾക്കാരല്ലേ കമ്പനിയെ പറ്റിയിട്ടും പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ പഠിക്കേണ്ടത്. ഒരിക്കലും അല്ല. നമ്മൾ ഏത് ജോബ് തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് കമ്പനിയെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കമ്പനി ഹിസ്റ്ററിയെ പറ്റിയിട്ടും നമ്മുടെ കമ്പനി വിഷനെ പറ്റിയിട്ടും മിഷനെ പറ്റിയിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ പറ്റിയിട്ടും അതിന്റെ USP പറ്റിയിട്ടും നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിനെ പറ്റിയിട്ടും നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറിനെ പറ്റിയിട്ടും എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഒരു വിഷൻ സെറ്റ് ചെയ്യുന്നതിന് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ പല ജോബ് റോൾസുകൾ നിർവഹിക്കുന്നത് അല്ലെ. ഇതിലെ ഒന്നാണ് നാം നടത്തുന്നത് അല്ലെ. സോ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ വിഷനും മിഷനും അറിയില്ലെങ്കിൽ എങ്ങനെ അത് നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കാൻ പറ്റും. സോ തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അടുത്ത സെക്ഷൻസിൽ മുഴുവൻ വരുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. Thank you very much.